ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ആതിര. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു പ്രസ് ദ ബെൽ ഐക്കൺ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഇതാണ് അലോ പ്രൊപ്പോളിസ് ക്രീം. അപ്പോൾ ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്താണ്, ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണ്, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിതിലെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിലുള്ള ഇൻഗ്രീഡിയൻറ്റ് മെയിനായിട്ട് വരുന്നത് സ്റ്റെബിലൈസ്ഡ് അലോവേര ജെൽ, അതായത് നാച്ചുറലി സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള അലോവേര ജെല്ല്, അതുപോലെ തന്നെ ബി പ്രൊപ്പോളിസ്, പിന്നെ കാമമോയിലും കൂടി ചേർന്നിട്ടുള്ള മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ക്രീമാണ് ഈ ഒരു അലോ പ്രൊപ്പോളിസ് ക്രീം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിനെ നല്ല സോഫ്റ്റ് ആൻഡ് സപ്പിൾ, അതുപോലെ തന്നെ നല്ല പിമ്പിൾ ഫ്രീ, സ്പോട്ട്ലെസ് ആക്കി വെക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളോളം ആയിട്ടുള്ളൂ. പക്ഷേ എൻ്റെ സ്കിന്നിൽ എന്താ പറയുക, പീരീഡ്സ് കാരണം ഒരുപാട് കുരുക്കൾ ഉണ്ടായിട്ട് പാടുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പിമ്പിൾസ് ഒന്നോ രണ്ടോ ആ സമയത്ത് ഉണ്ടാവുന്നതായിരിക്കും, പക്ഷെ അത് ഉണ്ടായി കഴിഞ്ഞ് അതിൻ്റെ പാട് പോകാനാണ് ഭയങ്കര പണി. അപ്പോൾ ആ പാടുകൾ ഇപ്പം മായാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഒരു പോസ്റ്റ് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടു നോക്കുക, നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. ഒരുപാട് ഭയങ്കര ഡാർക്കായിട്ട് നിന്നതൊക്കെ ഫെയ്ഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, സ്കിന്ന് നല്ല സോഫ്റ്റ് ആക്കി വെക്കുന്നുണ്ട്. ഡ്രൈനെസ് ഉണ്ടാവില്ല നമുക്ക്. എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, എനിക്ക് എന്താ പറയുക, ഈ ഒരു ഭാഗം, അതുപോലെ തന്നെ ഈ ഒരു ഭാഗം, എപ്പോഴും ഈ ഒരു ഭാഗം ഇങ്ങനെ ഡ്രൈനെസ് വരുന്നുണ്ടായിരുന്നു. അതായത് എനിക്ക് ഇങ്ങനെ ടി സോണും യു സോണും കറക്റ്റ് ഓയിലിയാണ്, പക്ഷേ ഈ രണ്ട് ഭാഗം എനിക്ക് എന്താ ഡ്രൈ ആയിട്ട് നിൽക്കും. അപ്പം അതെന്ന് പറഞ്ഞാൽ ഒരു കോമ്പിനേഷൻ ടൈപ്പ് സ്കിന്നാണ് എൻ്റെത്. ഒരു മുഖം നോക്കുകയാണെങ്കിൽ ഓയിലിയാണ്, ഡ്രൈനെസ്സും ഉണ്ട്. അതുപോലെ തന്നെ സ്കിന്ന് എൻ്റെ പിന്നെ ബോഡിയിൽ നോക്കുകയാണെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള ഭാഗമുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, നോർമൽ സ്കിന്ന് പോലെ, അതായത് നോർമൽ നമ്മളെ ഡ്രൈനെസ്സും ഇല്ല, ഒരു ഇതുമില്ലാത്ത അങ്ങനത്തെ സ്കിന്നും ഉണ്ട്. അപ്പോൾ ഒരു കോമ്പിനേഷൻ സൈസ് സ്കിന്നാണ്. ചില ഭാഗങ്ങളിൽ എനിക്ക് കുരുക്കൾ ഭയങ്കര, ഈ ഭാഗം നോക്കുകയാണെങ്കിൽ ഓയിലി ഭയങ്കരമാണ്, അപ്പോൾ പെട്ടെന്ന് കുരു വരും. അതുപോലെ തന്നെ ഈ ഭാഗം നോക്കുകയാണെങ്കിൽ ഓയിലിയാണ്. അപ്പോൾ ഈ ഒരു ഭാഗവും ഓയിലിയാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് കുരുക്കൾ വരാൻ ചാൻസ് ഈ ഭാഗത്തും അതുപോലെ ഈ ഭാഗം. അപ്പോൾ എനിക്ക് കുരു വന്നിട്ട് അതിൻ്റെ പാടുകൾ ഭയങ്കരമായിട്ട് നിന്നിട്ട് ഞാൻ അത് കാരണമാണ് ഈ ഒരു ഇത് യൂസ് ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം എനിക്ക് ഇപ്പം കുറച്ച് ദിവസമായി ഫെയ്ഡായി തുടങ്ങി. അതുപോലെ കുരുക്കളും പോയി. അതായത് പീരീഡ് ടൈമിലാണ് ഏറ്റവും കൂടുതൽ കുരു വരുന്നത്. അപ്പോൾ അതിൻ്റെ കുരു വന്നു പോയാലും അതിൻ്റെ പാടുകൾ മായാതെ അങ്ങനെ നിൽക്കും. അതാണൊരു പ്രശ്നം. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ക്രീം എന്ന് പറയുന്നത് അതിന് ഏറ്റവും ബെസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മളെ സ്കിന്നിന് നല്ല നൗറിഷ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ സ്കിൻ ടോണും അതുപോലെ തന്നെ സ്കിൻ ടെക്സ്ചറും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇത് സഹായിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഇതിലുള്ള മോയ്സ്ചറൈസിങ് പ്രോപ്പർട്ടി ആൻഡ് കണ്ടീഷനിങ് പ്രോപ്പർട്ടീസ് ഉണ്ടല്ലോ, അത് നമ്മളുടെ സ്കിന്നിനെ ഫ്രഷ് ആൻഡ് നല്ല എന്താ പറയുക, സുരക്ഷിതത്വമായിട്ട്, അതായത് നല്ല പ്രൊട്ടക്റ്റഡ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട്, സ്കിൻ ലെയറിനെ പ്രൊട്ടക്റ്റഡ് ആക്കി വെക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻസ് എ, ഇ, സി എന്നീ വിറ്റാമിൻസ് ആണ് അടങ്ങിയിരിക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ഏറ്റവും ആവശ്യമുള്ളതാണ്. നമ്മളെ മെലാനിൻ പ്രൊഡക്ഷൻ കുറയ്ക്കാൻ, അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ സ്കിന്ന് നല്ല എന്താ മോയ്സ്ചേർഡ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. നല്ല കണ്ടീഷനിങ്, അതായത് അതിന് നമ്മുടെ സ്കിന്നിൻ്റെ ലെയറിലേക്ക് ഇത് ഇറങ്ങി ചെന്നിട്ട് സ്കിന്നിനെ നല്ല കണ്ടീഷനിങ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ അടങ്ങിയിരിക്കുന്ന മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ബി പ്രൊപ്പോളിസ് എന്ന് പറയുന്നത്. ബി പ്രൊപ്പോളിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് തേനീച്ചകൾ വൈറസിൽ നിന്നും ബാക്ടീരിയാസിൽ നിന്നൊക്കെ തേനിനെയും ആ കൂടിനെ മൊത്തം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഉള്ളിലേക്ക് വൈറസും ബാക്ടീരിയാസും ഒന്നും കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ലെയറായിട്ട് നിർമ്മിക്കുന്ന ഒന്നാണ് ഈ ബി പ്രൊപ്പോളിസ് എന്ന് പറയുന്നത്. ഇത് ചില മരങ്ങളുടെയൊക്കെ ബാർക്കിൽ നിന്ന് എടുക്കുന്ന ഒരു റെസിൻ പോലത്തെ ഒരു സ്റ്റിക്കി ആയിട്ടുള്ള ഒരു പദാർത്ഥമാണിത്. അപ്പം ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ തേനീച്ചകൾ കൂടുതലായിട്ടും ആ തേനിനെയും മൊത്തത്തിൽ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, ബാക്ടീരിയയിൽ നിന്നും വൈറസിൽ നിന്നും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റ് തരുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ സ്കിന്നിൽ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ നമ്മളെ സ്കിന്നിനെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ സ്കിന്നിനെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് ഇത്. അതായത് സ്കിന്നിൻ്റെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നു. ഇത് വേൾഡ്സ് പവർഫുൾ ആയിട്ടുള്ള ഒരു ആൻറ്റി ബാക്ടീരിയൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ബി പ്രൊപ്പോളിസ് എന്ന് പറയുന്നത്. നമ്മളെ സ്കിന്നിനെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ സ്കിന്നിൽ എന്തെങ്കിലും റാഷസ്, ഇച്ചിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ സുഖപ്പെടുത്താനും ഈ ഒരു ബി പ്രൊപ്പോളിസ് സഹായിക്കുന്നുണ്ട്.
അതുപോലെ തന്നെ ഇതിൽ അടങ്ങിയിരിക്കുന്ന ക്യാമമോയിൽ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ ഇറിറ്റേഷൻസ് റാഷസിനെയൊക്കെ ഇല്ലാതാക്കിയിട്ട് സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കാനും സ്കിൻ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബി പ്രൊപ്പോളിസ് എന്ന് പറയുന്നത് ബെസ്റ്റ് സൊല്യൂഷനാണ് ഡ്രൈ സ്കിന്നിന്. എക്സ്ട്രീം ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുള്ളവർക്ക് ഇത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും ബെസ്റ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഡേ നമ്മളെ ആ മോയ്സ്ചർ ലോക്ക് ചെയ്ത് വെക്കും. അതുകൂടാതെ തന്നെ സ്കിന്ന് നല്ല എന്താ പറയുക സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആക്കിയിട്ട് നമ്മൾ നല്ല ഫ്രഷ് ആക്കി വെക്കും. അപ്പോൾ എക്സ്ട്രീം ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അവർക്ക് റിങ്കിൾസ് ഫൈൻ ലൈൻസ് ഒക്കെ വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ അവർ ഇത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് റിങ്കിൾസോ അല്ലെങ്കിൽ ഫൈൻ ലൈൻസോ ഉണ്ടെങ്കിൽ തന്നെ അതിനെ റെഡ്യൂസ് ചെയ്യാനും കുറയ്ക്കാനും അതുപോലെ തന്നെ നിരന്തരമായിട്ടുള്ള ഇതിൻ്റെ യൂസേജിലൂടെ അതിനെ ഇല്ലാതാക്കാനും സഹായിക്കുന്നുണ്ട്. കൂടാതെ തന്നെ സ്ട്രെച്ച് മാർക്സിനൊക്കെ ഇത് ഏറ്റവും ബെസ്റ്റാണ്. അതായത് പോസ്റ്റ്മോർട്ടം ആയിട്ടുള്ളവരുണ്ടാവില്ല, അതായത് പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നവർക്ക് സ്ട്രെച്ച് മാർക്സ് ഭയങ്കര ഒരു പ്രശ്നമായിരിക്കും. ചിലർക്ക് സാരി ഉടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ സ്ട്രെച്ച് മാർക്ക് കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഒരു ഇതായിട്ടായിരിക്കും അവർക്കൊരു എന്താ പറയുക എന്തോ ഒരു പോലെ ആയിരിക്കും. അപ്പോൾ നമ്മൾ കുളി കഴിഞ്ഞ ഉടനെ തന്നെ ഈ ഒരു ക്രീം എടുത്തിട്ട് നന്നായിട്ട് കയ്യിൽ ഫിംഗർ ടിപ്സിൽ വെച്ചിട്ട് നന്നായിട്ട് നമ്മളുടെ എവിടെയാണോ സ്ട്രെച്ച് മാർക്സ് ഉള്ളത് അവിടെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. കുറച്ച് നേരം മസാജ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഒരു സ്ട്രെച്ച് മാർക്സ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മാറും എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് 1 മാസം 2 മാസമൊക്കെ ഉപയോഗിക്കുന്നതിനോട് കൂടെ തന്നെ അത് ഫേഡായി അത് പൂർണ്ണമായിട്ടും മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്രീം സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് എന്ന് പറയുന്നത് സ്കിന്നിനെ നൗറിഷ് ചെയ്ത് വെച്ച് സ്കിന്നിൻ്റെ എല്ലാവിധ പ്രോബ്ലംസിൽ നിന്നും ഇത് സംരക്ഷിക്കുന്നുണ്ട്. കൂടാതെ പിമ്പിൾസിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിമ്പിൾസിന് ഏറ്റവും ബെസ്റ്റാണ്. ഇതിപ്പം പിമ്പിൾസ് പെട്ടെന്ന് മാറണം എന്നുള്ളവരും അതുപോലെ തന്നെ പിമ്പിൾസും അതുപോലെ തന്നെ അതിൻ്റെ പാടുകളും പെട്ടെന്ന് മാറി നല്ല എഫക്റ്റീവായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അലോവേര ജെല്ലി ഉണ്ട്. അലോവേര ജെല്ലി, ഫോർവറിൻ്റെ അലോവേര ജെല്ലിയും അതുപോലെ തന്നെ ഈ ഒരു പ്രൊപ്പോളിസ് ക്രീമും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് കിടക്കുക. അങ്ങനെ ഡെയിലി നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സ്കിന്ന് നല്ല നൗറിഷ് ആവാനും നല്ല ഹെൽത്തി ആയിരിക്കണം. അതുപോലെ തന്നെ പിമ്പിൾസും ഡാർക്ക് സ്പോട്ട്സും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ മാർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതായത് റിങ്കിൾസ് ആയിട്ടുള്ളത് അതുപോലെ ഫൈൻ ലൈൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായും മാറ്റി നല്ല ഹെൽത്തി സ്കിന്ന് വരുത്താനും ഈ ഒരു പ്രൊപ്പോളിസ് ക്രീം സഹായിക്കുന്നുണ്ട്. പ്രൊപ്പോളിസ് ക്രീം എന്ന് പറയുന്നത് എക്സിമ, സോറിയാസിസ് ഇതിനൊക്കെ ഏറ്റവും റിലീഫ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പം എന്തെങ്കിലും ഇൻസെക്ട്സ് ഒക്കെ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ യൂസ് ചെയ്യുന്നത്, അവിടെ തേച്ച് കൊടുക്കുന്നത്, അതുപോലെ തന്നെ മുറിവുകൾ ഉണ്ടെങ്കിൽ മുറിവുകൾ, അതുപോലെ തന്നെ പൊള്ളിയ ഭാഗം ആ ഭാഗത്തൊക്കെ തേച്ച് കൊടുക്കുന്നത് പൊള്ളലിൻ്റെ ആ ഒരു എരിച്ചിലും കാര്യങ്ങളും കുറയ്ക്കാനും അതുപോലെ തന്നെ കട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണങ്ങാനും ഒക്കെ അത് മുറി പെട്ടെന്ന് കൂടുവാനൊക്കെ ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണിത്. കൂടാതെ നമുക്കിപ്പം ഈ ക്രാക്ക് ഹീൽസ് ഉണ്ടാവില്ലേ, അതായത് നമ്മൾ ഉപ്പൂറ്റി വിണ്ട് കീറൽ എന്ന് പറയും, അതുള്ളവർക്ക് രാത്രി കിടക്കാൻ നേരത്ത് ഇത് നന്നായിട്ടൊന്ന് കാലൊക്കെ തേച്ച് കഴുകിയതിന് ശേഷം ആ ഒരു മോയ്സ്ചറോടെ തന്നെ ഇത് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് തേച്ച് മസാജ് ചെയ്തിട്ട് ഒരു സോക്സ് ഇട്ടിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രാക്ക്ഡ് ഹീൽസിനും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. കാരണം എന്താ വെച്ചാൽ ഈ ക്രാക്ക്ഡ് ഹീൽസ് വരാൻ കാരണം നമ്മൾ കറക്റ്റായിട്ട് കാലൊന്നും ഉരച്ച് കഴുകാതെ നമ്മളെ കാലിൻ്റെ കട്ടി കൂടുമല്ലോ, കാലിൻ്റെ ഉപ്പൂറ്റിൻ്റെ കട്ടി കൂടുന്ന സമയത്താണ് നമ്മൾക്ക് ഈ ഒരു ക്രാക്സ് വരുന്നത്. അപ്പം അത് നന്നായിട്ട് നമ്മൾ ഡെയിലി നമ്മൾ ആ കാലിൻ്റെ ഉപ്പൂറ്റി നന്നായിട്ട് ഉരച്ച് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ ഒരു പ്രൊപ്പോളിസ് ക്രീം തേച്ച് കൊടുത്തിട്ട് നിങ്ങൾ ഡെയിലി ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ക്രാക്ക്ഡ് ഹീൽസിന് ഒരു മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ തന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു പ്രൊപ്പോളിസ് ക്രീം എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രോബ്ലംസിനും ബെസ്റ്റ് സൊല്യൂഷനാണ്. ഏതൊരു ആൾക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ യൂസ് ചെയ്താൽ മാത്രമേ അതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇതിപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ പ്രോബ്ലംസിനും ഒരുവിധം എല്ലാ പ്രോബ്ലംസിനും ഇത് ബെസ്റ്റാണ് സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ക്രീം യൂസ് ചെയ്യണം, അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്രീം യൂസ് ചെയ്യാം. യൂസ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ റിസൾട്ട് കാണാം. അപ്പം നമുക്ക് കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇതിൻ്റെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നുണ്ട്. ഇത്രയധികം റിസൾട്ട് ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നന്നായിട്ട് നമ്മൾ എവിടെയാണോ അത് യൂസ് ചെയ്യുന്ന ക്രീം അപ്ലൈ ചെയ്യാൻ പോകുന്നത് അവിടെ നന്നായിട്ട് ക്ലൻസ് ചെയ്യുക മീൻസ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക ആ ഭാഗം. കാരണം നമ്മൾ എന്തെങ്കിലും ഡേർട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബാക്ടീരിയാസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യുക ആദ്യം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് നമ്മളെ സ്കിൻ അവിടെ ഒന്ന് തുടച്ചു കൊടുത്തതിന് ശേഷം ഫേസിലായിക്കോട്ടെ അല്ല നമ്മളിപ്പം കയ്യിലോ കാലിലോ എവിടെ ആയിക്കോട്ടെ, അതിനുശേഷം എന്ത് ചെയ്യുക, ഇത് നമ്മൾ ഫിംഗർ ടിപ്സിൽ കുറച്ച് എടുക്കുക. അതിനുശേഷം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എവിടെയാണോ തേക്കുന്നത് അവിടെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 2-3 മിനിറ്റ്സ് എങ്കിലും മസാജ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിച്ച് അവിടെ ആ ഒരു സ്കിന്നിലേക്ക് നന്നായിട്ട് പെനിട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ മാത്രമേ നല്ല റിസൾട്ട് കിട്ടുള്ളൂ. അപ്പം അതിനുശേഷം എന്താണ്,
നമ്മളത് ലീവ് ചെയ്യുക. അതുപോലെ ഡെയിലി നമ്മൾ യൂസ് ചെയ്യുക. നമ്മൾ എവിടെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായി ക്ലൻസ് ചെയ്ത് അവിടെ വൃത്തിയാക്കിയതിന് ശേഷം ഈ ഒരു ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ആവശ്യക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ക്രീം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ വാങ്ങി യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.